ക്ഷേമ പെൻഷൻ മുടങ്ങലിൽ സഭയിൽ വിശദീകരണവുമായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ചക്കിട്ടപ്പാറയിലെ ഭിന്നശേഷിക്കാരൻ ജോസഫ് പെൻഷൻ തുക കൈപ്പറ്റിയിട്ടുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ്. എത്രയാണെന്ന് അറിയുന്ന നല്ലതാണല്ലോ സാർ. 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. തനിച്ച് താമസിക്കുന്ന അദ്ദേഹം 2023 മാത്രം 24,400 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. സാർ, കാലിന് ശേഷിക്കുറവുള്ളതിനാൽ ജോസഫ് സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലും അംഗമാണ്. സാർ, 1.5 ഏക്കർ ഭൂമി ഉൾപ്പെടെ സ്വന്തമായിട്ടുള്ള ജോസഫിന് ആത്മഹത്യയിലേക്ക് നയിക്കും വിധം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിന്റെ മറുപടി പറയട്ടെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. കത്ത് ലഭിച്ച ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. 3 ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. സർ, 50 സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു. അതിനാൽ രണ്ടാമതൊരു പട്ടയം അനുവദിക്കുവാൻ നിയമ തടസ്സം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്.